ചെയ്യാൻ പോവാണ്. എന്തോ മസാലാസ് എല്ലാം ആഡ് ചെയ്യുകയാണ്. അതിന് തന്നെ ഉപ്പ് മുളക് പൊടിയാണ്. മുളക് പൊടി ഇച്ചിരി മാറിക്കാം. താങ്ക് യു. ആ ഇത് കറക്റ്റ് ഈ നട്ട്സും കളറും എല്ലാം കൂടി ഒരു കേക്ക് മിക്സിംഗ് ഓഫ് ഇന്ത്യ എല്ലാം കൂടി കയറി വന്ന് കേക്കല്ലല്ലോ. മുളക് പൊടി ഇത് മാത്രമേ ഇടുള്ളൂ അല്ലേ? ഉപ്പും കായപ്പൊടിയും. മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി. ലുക്മാൻ ആണ് പേരെന്താ? നിങ്ങളെന്ത് പഠിക്കുന്ന? +1 പഠിക്കണോ? പേരെന്നാ? ഇല്യാസ്. ഇപ്പോൾ അബിച്ചയാണ്. കണ്ടാ പറയില്ല കേട്ടോ. സീരിയസ്ലി അത്രയ്ക്ക് പ്രായം തോന്നില്ല. നിങ്ങളും ഇപ്പോൾ അബിച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്ഥിരം വരും പഠിക്കേണ്ടപ്പം തന്നെ. എല്ലാം മിക്സ് ചെയ്യാണ്. കണ്ടല്ലോ, ഇതാണ് മിക്സിംഗ് ഓഫ് ഇന്ത്യ. നമ്മുടെ മിക്സർ അല്ലേക്കാ. മിക്സറങ്ങ് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. കായം ഇടുന്നുണ്ട്. പിന്നെ അടുത്തേക്ക് നമ്മൾ ഇടുന്നത് മീറ്റ് മസാല. നമ്മൾ മീറ്റ് മസാല ഇടാൻ പോവാണ്. നമ്മുടെ കറിവേപ്പില വറുത്തത്. ആ ഒരു കായത്തിൻ്റെ മണവും മീറ്റിൻ്റെ ഇതൊക്കെ കീറുന്നുണ്ട്. കായത്തിൻ്റെ മണം ഇത്തിരി കൂടി. അപ്പോൾ ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്യണം. ഒന്നും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു കളർ ചേഞ്ച് വരും. ഒരു റെഡ് കളറിലേക്ക് വരുന്നോണ്ടിരിക്കുകയാണ്. ആ ഉപ്പും മുളക് പൊടിയും കൂടി മിക്സ് ആയിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശത്തിൽ ഒരു അലക്കണം. അതിൻ്റെ ഇതാണ് കളർ ചേഞ്ച് തന്നെ അല്ലേ? ഒന്നും കൂടി കൈ വെച്ചും കൂടി ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ചങ്ങായി അല്ല മീൻ ഓഫ് ഇന്ത്യ അല്ലേ? ഇനി കൈ തൊടാൻ ആയോ? പിന്നെ ഇച്ചിരി എടുത്ത് കഴിക്കാം അല്ലേ? നല്ല ചൂടുണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ കഴിക്കാം. കഴിച്ചോ. ഒന്നും പറയാൻ കിട്ടണല്ലേ? പറയാൻ കിട്ടാത്തല്ല നമ്മളെ ഇപ്പൊ കോഴി സാധനം ചൂടല്ലേ. അല്ല, ഇതാണ് ഫ്രഷായിട്ട് നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇക്ക എന്തായാലും വളരെ നന്ദിയുണ്ട്. നമ്മുടെ മാഞ്ഞാലി ഫ്രഷ് ചിപ്പ് സെൻ്ററാണിത്. ഇവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. താങ്ക് യു. പോവാ മക്കളെ. പോയാ അവരങ്ങോട്ട് പോയി. നമ്മളിപ്പോൾ മിക്സർ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് നല്ല ഗാട്ടിയ. അത് ചില പ്രദേശങ്ങളിലില്ല. ട്രാൻഡ്രം സൈഡിലോട്ട് ഞാൻ ചോദിച്ചു പറഞ്ഞത് അധികം അങ്ങനെ അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഗാട്ടിയ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ CH ബേക്കറിയിലോട്ട് കയറിയേക്കാണ്. നമസ്കാരം മനസ്സിക്ക. മനസ്സിക്ക നേരത്തെ കണ്ടിട്ടുണ്ട് ബിരിയാണി. ഇവിടുത്തെ ബിരിയാണി നമുക്ക് ഉണ്ടായിരുന്ന മനസ്സിക്കയാണ്. മനസ്സിക്ക ഇപ്പൊ വേറെ ബ്രാഞ്ചാണ്, തൊട്ടിപ്പുറത്ത് തന്നെയാണ്. നമ്മൾ ഇന്ന് ഗാട്ടിയ എന്താണ് ശരിക്കും സ്പെഷ്യൽ? ഇവിടുത്തെ ഗാട്ടിയ ഇത്തിരി സ്പെഷ്യലാണെന്ന് കേട്ടു. എന്താണ് ഇത്? ഗാട്ടി ഇവിടുത്തെ നല്ല സോഫ്റ്റ് ഗാട്ടിയാണ്. ഫ്രഷ് ഓയിലൊക്കെ ഫ്രഷ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഗാട്ടിയ മാത്രമേ ചെയ്യുള്ളൂ ഓയില്. പിന്നെ അത് ഉപയോഗിക്കില്ല. ഈ ഗാട്ടിയ പ്ലെയിൻ ആയിട്ട് കഴിക്കുവാണോ അതോ? പ്ലെയിൻ ആയിട്ട് കഴിക്കാം. പിന്നെ അതിൽ ചമ്മന്തിയൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. ചമ്മന്തി ആഡ് ചെയ്ത് ഇങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ചമ്മന്തി ആഡ് ചെയ്ത് കഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വേറെ പീനട്ട് മസാല പോലെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ നടന്നു പോകുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. അത് വേറെ ആവശ്യത്തിന് പോയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടത്. പക്ഷെ ഞാനല്ല പോയത്, വേറെ ആൾക്കാരാണ് പോയത്. അപ്പൊ നമുക്ക് അധികം കത്തി വെക്കാൻ നമുക്ക് ഇവിടെ നമുക്ക് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോയേക്കാം. അപ്പൊ രാജേട്ടാ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താ, എന്ത് മാവാണിത്? സാമ്രാട്ടിന്റെ കടലപ്പൊടി. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ് മിക്കതും കടലമാവാണ് യൂസ് ചെയ്യുന്നത്. കടലമാവ് ഇപ്പൊ നല്ല കടലമാവ് ഹെൽത്തിന് നല്ലതാണ്. കടലമാവുണ്ട്. അപ്പൊ നമ്മളിനി ഉപ്പിട്ടുണ്ട് ആവശ്യത്തിന്. വെള്ളത്തിൽ ചാലിച്ചിട്ടാണ്. ഗാട്ടിയക്കാരെന്ന് പറഞ്ഞത് സെപ്പറേറ്റ് ആണോ? സെപ്പറേറ്റ് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി കാരം കലക്കും. ഇത്തിരി കലക്കിയിട്ടാണ് നമ്മൾ കാരം ആഡ് ചെയ്യുന്നത്. അത് എന്തായാലും നമ്മളിപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ ചെറിയൊരു ടിപ്പാണ്. എന്ത് ആഡ് ചെയ്യുമ്പോഴും എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കലക്കിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ സ്പ്രെഡ് ആയിരിക്കും. അരിപ്പൊടി വേണ്ടടുത്ത് അരി വെള്ളത്തിൽ ആഡ് ചെയ്യരുത്. ഇതിൽ ആവശ്യമുള്ള സംഭവങ്ങൾ വനസ്പതി ഓയിൽ അത് ആഡ് ചെയ്തു. അപ്പോൾ ഇനി വെള്ളം ആഡ് ചെയ്യാൻ പോകുന്നത് മിക്സി വെള്ളം ആഡ് ചെയ്യാൻ പോകുന്നത്. ആ എണ്ണയും വെള്ളവും കാരവും എല്ലാം കൂടി ചെറുങ്ങ മിക്സ് ആവും. ഇത് ലൂസായിട്ടാണോ അതോ? ഇല്ല, ലൂസായിട്ടല്ല. ബോൾ ടൈപ്പ് ഒരു ചെറിയൊരു സോഫ്റ്റ് ഇങ്ങനെ മാവ് ചെറിഞ്ഞാൽ വേണിക്കണം ആ ഒരു രീതി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ മാവ് റെഡി. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചീനിച്ചട്ടി വയ്ക്കാം, എണ്ണ ഒഴിക്കാം, ചൂടാക്കാം, ഗാട്ടി ഉണ്ടാക്കാം അല്ലേക്കാ? അപ്പോൾ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആ ശബ്ദം കേൾക്കാം നമുക്ക് അല്ലേ?
അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴമ്പല്ല, നല്ലൊരു നല്ലൊരു കുഴമ്പ് രൂപം പേസ്റ്റ് രൂപത്തിലാണ്. അതിന് നമ്മൾ കാട്ടിയ എടുത്തിട്ട് എണ്ണ ശരിക്കും ചൂടായി കിടക്കുകയാണ്. അവിടെ തിരുമ്പും അങ്ങനെ തേക്കുവാണല്ലേ. ഇത് റിസ്ക് പിടിച്ച കുറച്ച് പരിപാടിയാണ്, ഡേഞ്ചർ. നല്ല റിസ്ക് ആണ്, കാരണം കൈ നല്ലൊരു ഓളം പോലെ പൂക്കൾ ഇങ്ങനെ വെള്ളത്തിൽ വിട്ടേക്കണ പോലെ. സിമ്പിളാണ്, നമ്മളെ വീട്ടിലായാലും പെട്ടെന്ന് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാല്ലേ, സ്വയം തന്നെ തിന്നാം. ഇത് കൊരാറായോ? ഇപ്പൊ തന്നെ കൊരാറായിട്ട് ഇപ്പൊ കോരും. ആഹാ, പൊളിച്ച്. ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാം. ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഗാട്ടി റെഡി. ചെറുതായിട്ടൊന്ന് ചൂടാറണം, കാരണം അപ്പോഴൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അത് ക്രിസ്പിനെസ് വരും. ജസ്റ്റ് ഒന്ന് ചൂടും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നല്ല അതിന് ടേസ്റ്റ് അതിനുണ്ട്. നമുക്ക് വെറുതെ തിന്നോണ്ടിരിക്കാം. എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ 2 എപ്പിസോഡ് നമ്മളിങ്ങനെ നമ്മുടെ ബേക്കറി ഐറ്റംസ് മാത്രമായിരുന്നു. എല്ലായിടത്തും ആരി അങ്ങ് തിന്നാൻ തോന്നും. അതാണ് ഈ അങ്ങനെയല്ല കാര്യത്തിൽ പറഞ്ഞാണ്. ഇങ്ങനെ നമ്മളിവിടെ ഈ മാഞ്ഞാലിയുടെ ഈ ഒരു ഗ്രാമത്തിൽ നിറച്ച് ഇങ്ങനെ കുടി വ്യവസായങ്ങളും എല്ലാവരും ഇവിടുത്തെ നാട്ടുകാർ മൊത്തം മെയിനായിട്ട് ഇത് തന്നെയാണ് തോന്നുന്നുണ്ട്. ഫുഡിലാണ് എല്ലാവരും. ഫുഡിലുള്ള എനിക്ക് കൈവശം തന്നേക്കണ പോലെ എനിക്ക് കഴിക്കുന്നതിലാണ് കൈവശം, ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ് കൈവശം. അതെ, വയറ് നിറച്ചാൽ കൊടുക്കുക. അപ്പോൾ ബിരിയാണി ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും എന്തായാലും ഇവിടെ ഇതാണ്. അപ്പം ഇക്ക വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇക്കണ്ടല്ലോ, മാഞ്ഞാലി വഴി പോവുകയാണെങ്കിലോ പറവൂർ വഴി പോവുകയാണോ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ ആയിട്ടും വരാം. വന്ന് ബിരിയാണിയും കഴിക്കാം. ബിരിയാണി സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ബേക്കറി ഐറ്റംസ്, നല്ല ബേക്കറി ഐറ്റംസ്, നല്ല സൂപ്പർ സാധനങ്ങൾ നമ്മുടെ മാഞ്ഞാലി കിട്ടും. നല്ല കുടിൽ വ്യവസായമുള്ള ഏരിയയാണ്. കുഞ്ഞൊരു ഗ്രാമം അല്ലേ, ഇങ്ങോട്ട് വരിക, വാങ്ങിച്ചിട്ട് പോവാം. ഇല്ലെങ്കിൽ ഇതുവഴി പോവുകയാണെങ്കിലും ഹോൾസെയിൽ റേറ്റിലും കിട്ടും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല. എന്തായാലും വരും, നല്ല സൂപ്പർ സാധനമാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.